ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാഹ് അമ്മാ ബഅദ്. സൂറത്ത് ത്വാഹ 124 മുതൽ 127 വരെയുള്ള ആയത്തുകൾ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങൾ സൂചിപ്പിക്കാം. വമൻ അഅറദ, ഇതിൽ വമൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കേണ്ടതാണ്. വമൻ അഅറദ, ഐനിൻ്റെ ഉച്ചാരണം തൊണ്ടയുടെ മധ്യമാണ്, അതിൻ്റെ മഖ്റജ് എന്നത് ശ്രദ്ധിക്കുക, വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ വരണം അതിൻ്റെ ശബ്ദം. ശേഷം റാഉം ദ്വാദുമാണ് തഫ്ഖീം ചെയ്യേണ്ട രണ്ടക്ഷരങ്ങൾ. ദ്വാദ് ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ്. പ്രത്യേകമായ പല സിഫത്തുകളും അതിനുണ്ട്. നാവിൻ്റെ ഒരു സൈഡ് മേലെ അണപ്പല്ലുമായി ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. പ്രത്യേകമായ സ്വതന്ത്രമായ ഒരു മഖ്റജ് അതിനുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ദ്വാദ് ഉച്ചരിക്കണം. വമൻ അഅറദ അൻ ദിക്രി, അൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിച്ച് അവ്യക്തമാക്കി മണിക്കണം. ശേഷം ദാലാണ് ഇസ്തിഫാലിൻ്റെ ഹർഫ്, അതുകൊണ്ട് നൂനിൻ്റെ മണിക്കലിലും തർക്കീഖ് വേണം. അൻ ദിക്രി, ദിക് കാഫിൻ്റെ ഹംസ് ഷിദ്ദ തുടങ്ങിയ സിഫത്തുകൾ ശ്രദ്ധിക്കുക. ദിക്രി എന്നോ ദിക്രി എന്നോ പറയാൻ പറ്റുകയില്ല. ദിക്ക് എന്ന് ശബ്ദം ചലിപ്പിക്കരുത്. ദിക്രി ദിക്രി എന്ന് വല്ലാതെ റാഹുമായി അലിഞ്ഞു ചേർന്നുണ്ട് ഒരു ഇദ്ഗാമ് പോലെ ആയി പോകുന്നതും സൂക്ഷിക്കേണ്ടതാണ്. ദിക് ദിക്രി ദിക്രി എന്ന് ഹംസ് എന്ന അതിൻ്റെ സിഫത്ത് നിലനിർത്തിക്കൊണ്ട് വ്യക്തമാക്കി ഉച്ചരിക്കുക. അൻ ദിക്രി, റാഇന് കസ്ർ തർക്കീഖാണ്. ഫഇന്ന ലഹു മഈശതൻ ളൻക, ഫഇന്ന നൂൻ മുശദ്ദദ, ശദ്ദുള്ള നൂനിനെ മണിക്കണം. ലഹു എന്നതിലെ ളമീറിനെ 2 ഹറക്കത്തിൻ്റെ അളവിൽ മദ്ദുസ്സുലത്ത് സുഗ്റ നൽകി ദീർഘിപ്പിക്കണം. മഈശതൻ എന്നതിലെ തൻവീനിന് ശേഷം ദ്വാദ് വന്നതുകൊണ്ട് ഇഖ്ഫാ ഹഖീഖി നൽകി മറച്ചു മണിക്കണം. മണിക്കലിൽ തഫ്ഖീം വേണം, കാരണം ദ്വാദ് തഫ്ഖീമിൻ്റെ ഹർഫാണ്, തടിപ്പിക്കേണ്ട അക്ഷരമാണ്. അപ്പോൾ മഈശതൻ ളൻക, നേരത്തെ അൻ ദിക്രി എന്ന് പറഞ്ഞതിൽ അവിടെയുള്ള ഇഖ്ഫായിൻ്റെ നേർ വിപരീതമാണ് ഈ ഇഖ്ഫാ. അവിടെ ഇഖ്ഫാ മുറഖഖാണ്, തർക്കീഖോട് കൂടിയാണെങ്കിൽ ഇവിടെ ഇഖ്ഫാ മുഫഖമാണ്, തഫ്ഖീമോട് കൂടിയുള്ള ഇഖ്ഫാ. മഈശതൻ ളൻക, ഇവിടെ രണ്ടാമതൊരു ഇഖ്ഫാ വരുന്നു, സാക്കിനത്തായ നൂനും ശേഷം കാഫും. അതിൽ ഇഖ്ഫാ മുറഖഖാണ്, കാഫ് തർക്കീഖ് ചെയ്യേണ്ട ഇസ്തിഫാലിൻ്റെ ഹർഫാണ്. അപ്പോൾ അവിടെയും ഇഖ്ഫാ അവ്യക്തമാക്കി നൂനിനെ മണിച്ച് ഉച്ചരിക്കുക. മഈശതൻ ളൻകൻ വനഹ്ശുറു, ളൻകൻ എന്നതിലെ കാഫിൻ്റെ തൻവീനിനെ ശേഷമുള്ള വാവിൽ ലയിപ്പിച്ച് മണിക്കണം. ഇദ്ഗാം ബിഗുന്ന നാഖിസ് നൽകി മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. ളൻകൻ വനഹ്ശുറു വനഹ്ശുറുഹു യൗമൽ ഖിയാമ, ളമീറിനെ മദ്ദുസ്സുലത്ത് സുഗ്റ നൽകി ദീർഘിപ്പിക്കുക. ഹ, അതുപോലെ റാ, യൗമൽ ഖിയാമ, ഖാഫ്, ഇതൊക്കെ വ്യക്തമായി മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. അൽ ഖിയാമ എന്ന് പറയുമ്പോൾ ഖാഫിന് കസ്റ, അതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീമാണ് നൽകുക എന്നതും ശ്രദ്ധിക്കുക. അഅ്മ, ഇതിൽ ഐനിൻ്റെ ഉച്ചാരണമാണ് ശ്രദ്ധിക്കേണ്ടത്. വനഹ്ശുറുഹു യൗമൽ ഖിയാമത്തി അഅ്മ. ഖാല റബ്ബി, ഖാല എന്നതിലെ ഖാഫിന് തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം, ഇസ്തിഅലാഇൻ്റെ ഹർഫിനെ ദീർഘിപ്പിക്കുമ്പോൾ അലിഫിനും തഫ്ഖീം. ഖാല റബ്ബി, റാഇനും തഫ്ഖീം. ഖാല റബ്ബി ലിമ ഹശർതനി, ഹശർതനി, ഹശർ, റാഇന് തഫ്ഖീം. ഹശർതനി അഅ്മ, ഇതിൽ യാഇൻ്റെ ദീർഘം മദ് മുൻഫസിൽ ജായിസ് എന്നതാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ യാഇനെ ദീർഘിപ്പിക്കുക. ഹശർതനി അഅ്മ വഖദ് കുൻതു ബസീറ, വഖദ് ഇതിലുള്ള ഖാഫ് തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്, ഇസ്തിഅലാഇൻ്റെ ഹർഫാണ്. ദാലിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കേണ്ടതാണ്.
കുന്തു ഈ പദത്തിൽ സാക്കിനത്തായ നൂൻ താഇന് മുമ്പിൽ വന്നു. ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുകൊണ്ട് കുന്തു എന്ന് ഉച്ചരിക്കുക. ബസീറ ഈ പദത്തിൽ സ്വാദിന് തഫ്ഖീമാണ്, എന്നാൽ കസ്റായതുകൊണ്ട് കുറഞ്ഞ തഫ്ഖീം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇസ്തിഅലാഇൻ്റെ ഹർഫ് സ്വാദ്, ഇതിന് കസ്ർ വരുമ്പോൾ തഫ്ഖീം ഏറ്റവും കുറഞ്ഞ ലെവലിലായിരിക്കും. ബസീറ റാഇനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും പൂർണ്ണമായ തഫ്ഖീം കൊടുക്കുക, തടിപ്പിക്കുക. ബസീറ. ഖാല വീണ്ടും ഖാഫും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫും തഫ്ഖീം ചെയ്യുക, തടിപ്പിക്കുക. ഖാല കദാലിക അതത്ക ആയാതുനാ ഫനസീതഹാ. ഇവിടെ ഖാഫും അതിൻ്റെ അലിഫും തടിപ്പിച്ച് ഉച്ചരിക്കണം എന്ന് പറഞ്ഞു. ശേഷം എല്ലാ ഹർഫുകൾക്കും, ഇതുവരെ നാം പാരായണം ചെയ്ത എല്ലാ ഹർഫുകൾക്കും തർക്കീഖാണ്, ഇസ്തിഫാലിൻ്റെ ഹർഫുകളാണ്. വീണ്ടും وكذلك اليوم تنسى وكذلك اليوم تنسى تنسى എന്നതിൽ സാക്കിനത്തായ നൂൻ ഇഖ്ഫ ഹഖീഖി നൽകി മറച്ച് മണിച്ചുച്ചരിക്കുക. മറച്ച് മണിച്ച് അവ്യക്തമാക്കി മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. മണിക്കൽ തർക്കീഖാണ്. ശേഷം സീൻ തർക്കീഖിൻ്റെ ഹർഫാണ്, ഇസ്തിഫാലിൻ്റെ അക്ഷരമാണ് എന്നതുകൊണ്ട് തുൻസ എന്ന് ഉച്ചരിക്കുക. പലരും അത് തുൻസ എന്ന് ചുണ്ട് കൂർപ്പിച്ചത്, അത് ദമ്മ് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ ചുണ്ട് വെച്ചിരുന്നത് ആ വൃത്താകൃതിയിൽ ചുണ്ട് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് തുൻസ എന്ന് നൂനും ഉച്ചരിക്കും. അത് തെറ്റാണ്. നൂന് സാക്കിനത്തായ നൂനാണ്. തുൻസ എന്ന് ചുണ്ട് വിടർത്തി, അതായത് നൂന് ഉച്ചരിക്കുമ്പോൾ എങ്ങനെയാണോ വേണ്ടത് അങ്ങനെ ആ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകേണ്ടതാണ്. വകദാലിക നജ്സി എന്ന പദത്തിലെ ജീമിൻ്റെ സുക്കൂനിനെ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കണം. വകദാലിക നജ്സി മൻ അസ്റഫ സാക്കിനത്തായ നൂൻ ശേഷം ഹംസ ഇദ്ഹാർ ഹൽഖി നൽകി നൂനിനെ വെളിവാക്കണം. മൻ അസ്റഫ ഈ പദത്തിൽ റാഇനെ പൂർണ്ണമായ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കുക. എസ് റോഫ റോ റോ എന്ന് തടിപ്പിച്ചുകൊണ്ടുള്ള ശബ്ദം കൊടുക്കുക. എസ് റോഫ ആ റാഇന് മാത്രമേ അങ്ങനെ തഫ്ഖീം വരാവൂ, മറ്റക്ഷരങ്ങൾക്ക് തഫ്ഖീം വരാതെ ശ്രദ്ധിക്കണം. വലം യുഅ്മിൻ ബിആയാതി റബ്ബി യുഅ്മിൻ എന്നതിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ലാബ് ചെയ്ത് മീമാക്കി മാറ്റി മണിക്കണം. ശേഷം ബാ വന്നതുകൊണ്ട് അപ്പോൾ സാക്കിനത്തായ മീമിൻ്റെ ശബ്ദം വരുന്നു. അതിൻ്റെ ഹുക്മും അതിൻ്റെ വിധിയും അതിന് നൽകണം. യുഅ്മിൻ ബിആയാതി റബ്ബി റാഇനെ തടിപ്പിക്കുക, തഫ്ഖീം ചെയ്ത് റാഇനെ ഉച്ചരിക്കുക. വലഅദാബുൽ ആഖിറതി ഈ പദത്തിൽ ഖാഇന് കുറഞ്ഞ തഫ്ഖീം കൊടുക്കണം. ഏറ്റവും കുറഞ്ഞ ലെവലിലുള്ള തഫ്ഖീം കസ്റ അതുകൊണ്ട് തടിപ്പിച്ച് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. ഇസ്തിഅലാഇൻ്റെ 7 അക്ഷരങ്ങളിൽപ്പെട്ടതാണ് ഖാ. ശേഷം റാ വരുന്നു. റാഇന് ഫത്ഹായതുകൊണ്ട് അതിനും തഫ്ഖീം പൂർണ്ണമാക്കി നൽകുക, തടിപ്പിക്കുക. വലഅദാബുൽ ആഖിറതി അശദ്ദു വഅബ്ഖാ അശദ്ദു വഅബ്ഖാ അബ്ഖാ എന്നതിൽ സാക്കിനത്തായ ബാ ഖൽഖല സുഗ്റ നൽകി ബാഇൻ്റെ സുക്കൂനിനെ ഹറക്കത്ത് പോലെ ചലിപ്പിച്ചുച്ചരിക്കണം. ശബ്ദം ചലിപ്പിച്ചുകൊണ്ട് അബ് അബ് അബ്ഖ എന്ന് പറയരുത്. അബ്ഖാ ഖാഫിനും അതിൻ്റെ ദീർഘാക്ഷരമായ അലിഫിനും തഫ്ഖീം കൊടുത്ത് തടിപ്പിക്കുക. വഅബ്ഖാ ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني
أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى وكذلك نجزي من أسرف ولم يؤمن بآيات ربه ولعذاب الآخرة أشد وأبقى